ഇപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ വെച്ച് ഈ ജാസ്മിൻ്റെ കുടുംബവും സിബിനും ആര്യയും തമ്മിൽ കണ്ടുമുട്ടി, യാദൃശ്ചികമായിട്ടാണ് കണ്ടുമുട്ടിയത്. അപ്പോൾ ആ സമയത്ത് അവർ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്നു, ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പിരിഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ജാസ്മിൻ്റെ ഗ്രൂപ്പുകളിൽ ഈ ജാസ്മിൻ്റെ വാപ്പയുടെ ഒരു വോയിസ് സിബിനെതിരായിട്ട് വന്നു. അതായത് സിബിൻ മാപ്പ് പറയാൻ വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ തൻ്റെ അടുത്ത് വന്നത്, അതുകൊണ്ടാണ് ഒരു ഫോട്ടോയൊക്കെ വെറുതെ എടുത്ത് കൊടുത്തത് എന്ന് ജാസ്മിൻ്റെ വാപ്പയുടെ ഒരു വോയിസ് വന്നതോടുകൂടി സിബിൻ അത് ക്ഷീണമായി. അപ്പോൾ സിബിൻ തൻ്റെ വിശദീകരണമാണ്, അതായത് എന്താണ് യഥാർത്ഥത്തിൽ ജാസ്മിൻ്റെ വാപ്പയുമായിട്ട് അവിടെ സംസാരിച്ചത് എന്ന് സിബിൻ തന്നെ തൻ്റെ ഭാഗം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ലൈവിൽ ആര്യയുമായിട്ട് വന്നത്. അതായത് താൻ മാപ്പ് പറയാനൊന്നും അല്ല ഈ ജാസ്മിൻ്റെ ഫാദറിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തതെന്നൊക്കെ. അപ്പോൾ അതൊരു സൗഹൃദപരമായ ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ സിബിൻ അവിടെ ജാസ്മിൻ്റെ ഫാദറുമായിട്ട് സംസാരിച്ച കുറേ കാര്യങ്ങൾ ഈ ലൈവിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞത് ഇതാണ്, അതായത് ഗബ്രിയുമായിട്ട് ഫോണിൽ ജാസ്മിൻ്റെ വാപ്പ സംസാരിച്ചിരുന്നു. അപ്പോൾ ജാസ്മിൻ്റെ വാപ്പ സിബിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് ഞാൻ അവനെ വിളിച്ച് ഇനി ജാസ്മിനെക്കുറിച്ച് പുറത്ത് ഓൺലൈൻ മീഡിയയിലൊന്നും സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സിബിനോട് ജാസ്മിൻ്റെ വാപ്പ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ അത് തികച്ചും ന്യായമായ ഒരു കാര്യമായിരിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഈ മകൾക്ക് ഇനി കൂടുതൽ നെഗറ്റീവ് വരാതെ നോക്കേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. മാത്രമല്ല ബിഗ് ബോസ് കപ്പിലേക്കുള്ള യാത്രയിൽ ഇനി കൂടുതൽ വിവാദങ്ങളൊന്നും ഉണ്ടാവാതിരിക്കേണ്ടതും അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ പറഞ്ഞതിൽ തെറ്റ് കാണില്ല. എന്തായാലും ഗബ്രിയുടെ കാര്യം വളരെ പ്രയാസകരമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കോംബോ ഉണ്ടായത് തന്നെ ജാസ്മിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിൽ ഉണ്ടായതാണ് എന്ന് നമുക്ക് ഏകദേശം അറിയാം. അപ്പോൾ ഗബ്രി ഇതിൽ പെടുകയായിരുന്നു. ഇനിയിപ്പോൾ ജാസ്മിൻ ഈ കോംബോ എന്തുകൊണ്ട് ഇങ്ങനെ ആദ്യത്തെ ആഴ്ച തന്നെ പെട്ടെന്നൊരു കോംബോ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നും സംശയകരമാണ്. എന്നുവെച്ചാൽ ജിൻഡോ പറയുന്നത് ഉണ്ടായിരുന്നു ആദ്യത്തെ വീക്കിൽ തന്നെ ഈ ജാസ്മിനും ഗബ്രിയും നോറയൊക്കെ പരസ്പരം സംസാരിച്ചിട്ടാണ് ഈ ബിഗ് ബോസിൽ കയറിയത്. അപ്പോൾ കുറേ ധാരണകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോംബോയൊക്കെ ഉണ്ടാക്കി അവസാനം ഗബ്രി പെട്ടുപോയി, ഔട്ടായി. ഗബ്രി ഒരു എന്താ പറയുക സ്കേപ്പ് ഗോട്ടായിട്ട് ഒരു ബലിയാടായി മാറി എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഗബ്രിക്ക് അതുകൊണ്ട് വലിയ ഒരു ദുഃഖമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിവിടെ ബിഗ് ബോസിൽ കയറിയത് എനിക്കൊരു ഫെയിമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഇനി കൂടുതൽ കപ്പടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടിയൊന്നും അല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഈ ജാസ്മിൻ ഗബ്രി കോംബോ ആദ്യത്തെ ആഴ്ച മുതൽ പെട്ടെന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഈ വീട്ടുകാർക്ക് ഇതിനോട് ഫുൾ എതിർപ്പായിരുന്നു. അപ്പോൾ ജാസ്മിൻ്റെ ഗബ്രിയുടെയും ആ ഒരു സീക്രട്ട് തീരുമാനത്തിൽ ഉടലെടുത്ത ഒരു കോംബോ ആയിരിക്കണം ഇത്. അപ്പോൾ ഇനി ബിഗ് ബോസിന് ഇതിൻ്റെ അകത്ത് പരോക്ഷമായി ഇടപെട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു.